എക്സ്ക്യൂസ് മീ, നാൻസിയുടെ ആര്? ഞാൻ കോട്ടനങ്ങളുടെ പെങ്ങളുടെ മകളാ. അല്ല, മകൻ. ഓ, കട്ടപ്പനയിലുള്ള. അതെ അതെ, കട്ടപ്പനയുള്ള. മമ്മി, ലിസേനിയുടെ മോനാ. ഓ അങ്ങനെ. ഓ അത് ശരി. ഇല്ല ആന്റി, അവര് പഠിച്ചോളൂ. പ്ലീസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നാൻസി, ഹായ്. ഇതാരാന്ന് മനസ്സിലായോ? കാൽട്ടൺ കൊക്കോക്കോളയുടെ മരുമകൻ ഗോൾഡ് സ്പോട്ട് ലഷ്കർ പ്രഭുവാ. വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ, മൺഡേ, ബർത്ത്ഡേ എല്ലാ ദിവസവും എനിക്ക് ജോലിയുടെയാ. മനസ്സിലായോ? Fill in the blank, answer the following the question. You go man, please give me 2 packs. മോളെ പേര് മോളിയാണ്. കുട്ടികളെ പേര് കല മാറി. എവിടെ നല്ല വയറ് ചീറ്റിയാവും. ചാറ്റത്തില്ലാത്ത മനുഷ്യൻ കുറേശ്ശെ കുടിക്കാവൂ. എന്താ എങ്ങനെ നാളെ വരാം. ഇല്ല 3 പേപ്പർ സൈൻ ചെയ്യാൻ. ഇപ്പൊ എന്തിനാ മാത്തിച്ച? നാളെ പോരെ? ഇത് അത് രാവിലെ വേണം. രജിസ്ട്രേഷൻ 10 മണിക്കാ. ഇറ്റ്സ് എൻ അർജന്റ് കേസ്. ലോകത്തിലൊക്കെ മരുന്ന് വിൽക്കുന്ന മനുഷ്യനാണ് ഞാൻ. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് അവന്റെ മനസ്സിലുള്ള പറയട്ടെ. എന്ത് പ്രശ്നമായാലും എങ്ങനെയാടാ നീയൊക്കെ കാൾട്ടൻ നിക്കോളാസിന്റെ വീട്ടിലെത്തിയത്? ഞാൻ മാരുതി വാനില്, ഇവരെല്ലാം ഓട്ടോറിക്ഷയില്. അതല്ലടാ ചോദിച്ചത്. ഏത് വഴിക്കാണ് നിങ്ങളൊക്കെ കാൾട്ടൻ നിക്കോളാസിന്റെ വീട്ടിലെത്തിയതെന്ന്? ഞങ്ങൾ ആദ്യം പള്ളിമുക്ക് വന്ന് മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ എത്തിയപ്പോൾ 1 വേ ആയതുകൊണ്ട് ഞങ്ങൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അമ്പലത്തിന്റെ അതുവഴി കയറി. ശങ്കർ കച്ചേരിപ്പടി വഴി വന്ന് കലൂര് വഴി നേരെ വഴി ഏതാണെന്നാ ചോദിച്ചത്? വഴി ചോദിച്ചു നിങ്ങളെ വഴി ഏതാക്കരുത്. സത്യം പറ, മതിലെടുത്ത് ചാടിയല്ലേ നീയൊക്കെ കാൾട്ടൻ നിക്കോളാസിന്റെ വീട്ടിനകത്ത് കയറിയത്? അവിടെ മതിലില്ല. മതിലവിടെ ഉണ്ട്. മതിലില്ലടാ. ഇല്ല. മോനെ അവര് പാവത്തങ്ങളാ മോനെ. അല്ല മോനെ, ഇത്ര മര്യാദയുള്ള ഒരു പിള്ളേരെ ഈ എറണാകുളം പട്ടണത്തിൽ കണ്ടുകൂട്ടാൻ ബുദ്ധിമുട്ടാ. പാവങ്ങളാ, വേറും പാവത്തിങ്ങളാ. ഇതാ മോനെ ജാമ്യോപേക്ഷ. അയ്യശ്വര മോശ, ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ ഇവരുടെ ആരാ? ഉടമക്കാരത്തി മനസ്സിലായില്ലേ? ഇവര് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉടമക്കാരി ഞാനാണ്. ഈ സാറിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാ എനിക്ക് വരെ നാണാവും. അപ്പൊ പിന്നെ കൊച്ചു പിള്ളേരാരും പറയാനില്ല. സുരേഷ് ഗോപിനെ പോലെ ഉണ്ട്, ഒരു തോക്കിന്റെ കുറവല്ലോ. ഒരങ്ങൻ. ഇവരെ വിടാം, പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ നിൽക്കണോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും അല്ലെങ്കിൽ നിങ്ങൾ പോ. മേലിലൊന്നും ആവർത്തിക്കരുത്. മനസ്സിലായില്ല? പോയിക്കോളാ. പോകാൻ പറഞ്ഞിട്ട് വേഗം തടി വട്ടാക്കാൻ നോക്കാൻ ചക്കന്മാരെ. കണ്ട പട്ടച്ചാരായോ കടിച്ചും കഴിച്ച് കണ്ണും പീസാക്കിയിട്ട്. നിങ്ങളാരും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. വളരെ ഉപകാരം സാർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ഞാൻ പ്രശ്നം അതൊന്നുമല്ല. ഈർക്കിലിൽ തുണി ചുറ്റിയാൽ പുറകേന്ന് മാറാത്ത ആളാ SI കോഴി വാസു.
അയാളെ ചിലപ്പോ അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയെന്നും വരും. അങ്ങനെയാണെങ്കിലേ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത്തവണ ഡെഡ് ബോഡി ആകാൻ പോകുന്നത് കോഴിവാസുവാണ്. ഷുവർ. മനസ്സിലായില്ല? മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് സ്റ്റേഷനിലോട്ട് ചെല്ലേ, അപ്പൊ മനസ്സിലായിക്കോളൂ. എനിക്ക് വേറെ പണിയുണ്ട്. സ്റ്റേഷനിൽ പോണെങ്കിൽ തിരിച്ചടക്കണം. ആ പോലീസുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവൂ? വേണ്ടായിരുന്നു ഇവളെയൊക്കെ. താത്ത എവിടെ സാർ? എവിടെ? ദാ കിടക്കുന്നു നിന്റെ താത്ത. നിന്നൊക്കെ ഞാൻ ഇന്ന് നിന്റെ അമ്മ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും ഞാൻ. ചേട്ടാ ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം എന്താ സംഭവിച്ചെന്നറിയോ? ആക്ച്വലി അതായത് ഇത് ആൾമാറാട്ടത്തിന്റെ ഒന്നും പറയണ്ട. പട്ടരുടെ കൂടെ 12 കാലം നിന്നിട്ടും കുടുംബം മുന്നിലാണോ പിന്നിലാണോ എന്ന് മനസ്സിലാക്കാത്ത മണ്ടനൊന്നുമല്ല ഞാൻ. അത് ശരിയാ, അത് മനസ്സിലാക്കിയ മണ്ടനാണ് ചേട്ടൻ. മണ്ടെന്ന് ഇനി പറഞ്ഞു ചേട്ടാ, അവന്റെ തന്തയ്ക്ക് പറയരുത്, അവൻ പാവമാ. മിണ്ടിപ്പോരുത്, ഇറങ്ങണ പുറത്ത്. ഞാനുമോ ജ്യേഷ്ഠ? അതേടാ നീയാ. ഇനി ഒരു നിമിഷം പോലും ആരുടെ കാണാൻ പാടില്ല, എല്ലാവരും ഇറങ്ങ്. ഞങ്ങൾക്ക് കേറി കിടക്കാൻ വേറെ ഇടമില്ല ചേട്ടാ. നിങ്ങളൊക്കെ മണ്ണിന്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാ എവിടെയെങ്കിലും മണ്ണിൽ പോയി കിടക്കണ. സാധുക്കളല്ലേ ചേട്ടാ, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. കേറി പോടിയാട്ട്. ചേട്ടാ ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഒരു വഴിയുണ്ട്, പറയൂ ജ്യേഷ്ഠ. ഞാൻ അടി തുടങ്ങി. രക്ഷപ്പെടോ രക്ഷപ്പെട്ടോ. മന്ത്രവാദത്തിന് ശക്തി ഉണ്ടടി ശാന്തേ. ഇനി എന്തൊരു വഴി? പെരുവഴി. തമാശ. ഞങ്ങളെ വകവരുത്തി അടങ്ങും അല്ലേ? അതിനെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ വന്നത്. എന്ത് വകവരുത്തുന്നതിനെ കുറിച്ചോ? അയ്യോ അതല്ല, പിന്നെ ബേർത്തിയുടെ അന്നുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച്. ഇതൊരു ഒഴിയാബാധയായല്ലോ. ഒരിക്കലും എന്നെ കുറിച്ച് അങ്ങനെ കരുതരുത് പ്ലീസ്. അന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നല്ലായിരുന്നോ? പ്രശ്നം നിങ്ങൾ കുപ്പിയിലാക്കി തന്നു, ഞങ്ങൾ അത് പ്രവൃത്തിയിലാക്കി തിരിച്ചു തന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ. അതിൽ നിന്ന് കൊളിച്ചോടാൻ വേണ്ടി പല വേഷങ്ങളും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കെട്ടിയിട്ടുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, പരിചയപ്പെട്ട ആ നിമിഷം തന്നെ നിങ്ങളെല്ലാരും എന്റെ സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. വിരോധം ഇല്ലെങ്കിൽ കുറച്ച് സമയം എനിക്ക് തരാമോ? കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ കാൾട്ടൺ നിക്കോളസിന്റെ മകൾ, രാജപുത്രി, എന്തിനാ ഒരു കുറവ്? എല്ലാം ഉള്ളവർ. നിങ്ങൾക്കറിയോ, അന്ന് ആഘോഷങ്ങൾക്കിടയിലും എന്റെ മനസ്സ് മൈലുകൾക്കപ്പുറം മരണം കാത്തെടുക്കുന്ന ഒരു സ്ത്രീയുടെ അരികെയായിരുന്നു. ജീവൻ നിലനിർത്താൻ ആവശ്യമുള്ള മരുന്നിന് ചില്ലി കാശ് പോലും ഇല്ലാതെ മരണം കാത്തെടുക്കുന്ന ഒരു പാവ സ്ത്രീ, എന്റെ അമ്മ. എന്നെ ഒന്ന് കാണാൻ പോലും അവസരം നിഷേധിക്കപ്പെട്ട എന്റെ അമ്മ. എനിക്കിപ്പോ ആവശ്യം പണമാണ്. അമ്മയ്ക്ക് ജീവിതം കൊടുക്കാനുള്ള പണം അതെന്റെ പപ്പയുടെ തന്നെ ആവണം. അതിന് നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാവും. എങ്ങനെ? ഇതാ. എന്താ ഇത്? നാളുകളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന പപ്പയുടെ പഴയ വീടിന്റെ താക്കോല. ആ വീട്ടിൽ നിങ്ങൾ എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോകും. എന്നിട്ട് ഇയാൾക്ക് വേണ്ടി ഞങ്ങളൊക്കെ അങ്ങ് ജയിലിൽ പോകാനോ? പിടിക്കപ്പെട്ട എന്റെ അനുവാദത്തോടു കൂടിയാണ് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തതെന്ന് ഞാൻ പോലീസിനോട് പറയും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷേ കിഡ്നാപ്പ് ചെയ്യുന്നോണ്ട് ഞങ്ങൾക്ക് എന്ത് ഗുണം? പറയാം. 10 ലക്ഷം രൂപ നമ്മൾ പപ്പയിൽ നിന്ന് വാങ്ങുന്നു, അതിൽ പകുതി ഞാൻ നിങ്ങൾക്ക് തരുന്നു. ശരി,
കിഡ്നാപ്പിംഗ് എപ്പോ എവിടെ വെച്ച് എങ്ങനെ? ഞാൻ കോളേജ് വിട്ട് വരുമ്പോ, പിന്നെ നിങ്ങൾ വന്ന് പിടിക്കുമ്പോ ഞാൻ കൊതറയും ശബ്ദം വെക്കും ഒക്കെ ചെയ്യും. നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് എന്റെ ഫ്രണ്ട്സ് അറിയാതിരിക്കാൻ വേണ്ടി മാത്രം. വെരി ഈസി. ഓക്കെ, ഏറ്റിരിക്കുന്നു.